Good evening, all. Welcome to IFR Education. So we'll start the paper one webinar. Okay. Paper one preparations എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മേ ബി 45 മിനിറ്റ്സ് ഓക്കെ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ടിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ, PhD ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്, നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്. ഓക്കെ, ദിസ് വാസ് രണ്ടും ക്വാളിഫൈ ചെയ്യാത്ത ആളുകളുണ്ട്, പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ട്. സോ ബേസിക്കലി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആസ്പെക്റ്റുകളിൽ പേപ്പർ വൺ ആസ്പെക്റ്റുകളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതും എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വെബിനാറിൽ ഒക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. So yeah, I hope the presentation is visible. Once again, welcome to IFA. IFA നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, കേരളത്തിലെ തന്നെ ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ UGC നെറ്റ് എക്സാം. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നമ്മളെ എക്സാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, വി ഹാവ് അറൌണ്ട് മോർ ദൻ 60 JRF, 561 നെറ്റ് ആൻഡ് 1418 ഓക്കെ PhD. ഓക്കെ, സിംഗിൾ ടേമിൽ ഡിസംബർ ടേമിൽ മാത്രമായിട്ടുള്ള നമ്മളെ റിസൾട്ടാണ്. ഹൗ ഇറ്റ്സ് പോസിബിൾ വിൽ ഡിസ്കസ് ടുവാർഡ്സ് ആൻഡ് സോ കമ്മിങ് ടു ദ ആസ്പെക്ട്. സോ ബിഫോർ ഗോയിങ് ടു നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഹൗ ടു പ്രിപ്പയർ പേപ്പർ വൺ എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ്. സോ ബിഫോർ ദാറ്റ് എനിക്ക് പറയാനുള്ളത്, വെൻ ഇറ്റ് കംസ് ടു പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു, നമ്മുടെ എക്സാമിനുള്ള പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊന്ന് പറയാമോ? വാട്ട് യു ഫീൽ? പേപ്പർ വൺ ആണോ പേപ്പർ ടു ആണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് നിങ്ങൾ ടേക്ക് എന്നൊന്ന് അറിയട്ടെ. ഓക്കെ, പേപ്പർ വൺ ഓർ പേപ്പർ ടു? ബോത്ത്. Yeah, Anju both, Lechu both, same, paper one, okay, paper two, yeah. പിന്നെ പേപ്പർ വണ്ണിൻ്റെ വെബിനാർ എടുക്കുമ്പോൾ പേപ്പർ വണ്ണും പേപ്പർ ടുവിൻ്റെ വെബിനാർ എടുക്കുമ്പോൾ പേപ്പർ ടൂവും നല്ല ടേക്ക് ഉണ്ടാവും. യാ, ബോത്ത്. സോ ബേസിക്കലി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങളിപ്പം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ പറയും ഇറ്റ്സ് പേപ്പർ ടു ആണ് അല്ലേ. നമുക്കറിയാം 100 ക്വസ്റ്റ്യൻ ആൻഡ് 200 മാർക്സ്. നമുക്ക് ആകെ 300 മാർക്സ് ആണ് ഈ എക്സാമിനുള്ളത്. അതിൽ 200 മാർക്സ് പേപ്പർ ടു ആണ് എന്നുള്ളത് കൊണ്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ ടു ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് പേപ്പർ ടു ആസ് എ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പേപ്പർ വൺ, ഓക്കെ, ഇനി മാർക്ക് പോട്ടെ, നിങ്ങൾ ഇതൊരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ബാക്കിയുള്ള ആളുകളെക്കാളേറെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണം. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല, ഹെൽത്തി അല്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ദിസ് ഈസ് ഹൗ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വർക്ക്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി വാട്ട് വി ക്യാൻ സേ ഈസ് ദാറ്റ് മറ്റുള്ള ആളുകൾ സ്കോർ ചെയ്യണം. അവിടെ പേപ്പർ വൺ ഇമ്പോർട്ടൻ്റ്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് വെച്ചാൽ പേപ്പർ ടുവിൻ്റെ പ്രത്യേകത, പേപ്പർ ടു മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ വാട്ട് വി ക്യാൻ സേ നിങ്ങളുടെ ഡിഗ്രി, അതുപോലെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഒക്കെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പേപ്പർ ടു ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി കേസസ് പേപ്പർ ടു നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് പേപ്പർ വൺ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ കഴിഞ്ഞ ഡിഗ്രിക്കോ ഗ്രാജുവേഷനോ പഠിച്ചിട്ടുണ്ടാവണം എന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് മേ ബി ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഒക്കെ അങ്ങനത്തെ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഇനി കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെയാണെങ്കിൽ ICT പഠിച്ചു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് പോലെയുള്ള പല ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പലപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ 10th കഴിഞ്ഞ് ഒരു ആർട്സിലേക്ക് വന്നിട്ടുള്ളത് തന്നെ ചിലപ്പോൾ ഈ മാത്സും ഇങ്ങനെയുള്ള ടോപ്പിക്കുകളും ആയിട്ടൊക്കെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ടും ഓക്കെ നമുക്ക് വാട്ട് വി ക്യാൻ സേ മറ്റുള്ള ആളുകളെക്കാൾ ഏറെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും ഓക്കെ മറ്റുള്ള ആളുകളെക്കാളെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും പേപ്പർ വൺ ബിക്കംസ് ക്രൂഷ്യൽ. അവിടെയാണ് പേപ്പർ വൺ ക്രൂഷ്യൽ ആവുന്നത്. കാരണം നിങ്ങളുടെ സബ്ജക്റ്റ് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും, കൊമേഴ്സിൽ നന്നായി പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അവരെക്കാളേറെ കൊമേഴ്സിൽ മാർക്ക് നേടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ പോലെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു എക്സ്ട്രാ എഡ്ജ്, അതായത് മത്സര പരീക്ഷയുടെ പ്രത്യേകത എല്ലാവരും പഠിക്കുന്നതൊക്കെ പഠിക്കണം, അപ്പോൾ എല്ലാവരും ഒരു ലെവലിലാവും. എല്ലാവരും പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം, അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അടിച്ച് കിട്ടും. ആ ഒരു മുകളിലേക്കുള്ള വാട്ട് വി ക്യാൻ സേ മുകളിലേക്കുള്ള ലെയറിലേക്ക് എത്തും. അപ്പോൾ അതിനെയാണ് നമ്മൾ വാട്ട് വി ക്യാൻ സേ എക്സ്ട്രാ അടിച്ച് എന്ന് പറയുന്നത്.
ഓക്കെ, എക്സ്ട്രാ ആ ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാക്കാൻ നിങ്ങളെ പേപ്പർ വൺ സഹായിക്കും. ഓക്കെ, ആ ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാക്കാൻ നിങ്ങളെ പേപ്പർ വൺ സഹായിക്കും. സോ അവിടെയാണ് പേപ്പർ വണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ പേപ്പർ ടു നിങ്ങൾ പഠിച്ച് സ്ട്രോങ് ആയതോടൊപ്പം തന്നെ പേപ്പർ വൺ നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ്സ് അവിടെയാണ് പേപ്പർ വണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക. പക്ഷേ ശ്രദ്ധിക്കുക, പേപ്പർ ടു അത്യാവശ്യം സ്ട്രോങ് ആയി അല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ചതിന് ശേഷം പേപ്പർ അല്ലെങ്കിൽ പഠിക്കുന്നതോടൊപ്പം പേപ്പർ വൺ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ ഇനി ഓവറാൾ വെൻ ഇറ്റ് കംസ് ടു ബോത്ത് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇതിൻ്റെ ആസ്പെക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് സോ ബേസിക്കലി ഞാനത് ഇൻഡെപ്ത് സിലബസിലേക്കോ സംഭവങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ ഞാൻ പോകുന്നില്ല. ബട്ട് ഐ വിൽ ഒരു ജനറൽ ആസ്പെക്റ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെബിനാറുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് എക്സാമിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതായത് പി ജിക്കാർക്ക് എഴുതാം, ഇതിൻ്റെ ഏജ് ലിമിറ്റ്, 2 പേപ്പർ ഓൺലൈന്, ഓക്കെ, ഒബ്ജക്റ്റീവ്, നെഗറ്റീവ് മാർക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഫ്രഷ് ആയിട്ട് എഴുതുന്ന അതിനെക്കുറിച്ച് ക്ലാരിറ്റി കുറവുള്ള ആളുകളുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം ഞാൻ ജനറലി ദ സ്ട്രാറ്റജി എന്തായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എവിടെയായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് ഇപ്പം മൈസെൽഫ് അനീസ് പോത്തി, ഞാൻ 8 വ്യത്യസ്ത സബ്ജക്റ്റുകൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, 2 സബ്ജക്റ്റുകൾ ജെആർഎഫും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം എവിടെയാണ് എനിക്ക് ഇങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, ഒരു എക്സ്ട്രാ അടിച്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഐഡിയ ഞാൻ തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് തന്നെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പലരും ചെയ്യുന്നൊരു കേസാണ്, എനിക്കിപ്പോൾ JRF നല്ല ടഫാണ്, 1% ആളുകൾക്ക് കിട്ടുള്ളൂ. ശരിയാണ്, 1% ആളുകൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇറ്റ് വിൽ നോട്ട് വർക്ക് ഫോർ മീ, അതുകൊണ്ട് എനിക്ക് നെറ്റ് മതി, ഐ ആം ഫോക്കസിങ് ഓൺ നെറ്റ് എന്നുള്ള ധാരണയിൽ വരുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കാം, JRF തന്നെ ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. പല കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് എക്സാം ഒക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് വാട്ട് വി കൻ സേ അറൗണ്ട് ഒരു 1 to വാട്ട് വി കൻ സേ ഒരു 12 to 13% ഒക്കെ 12 to 13% ആളുകൾക്കാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ബേസിക്കലി PhD കിട്ടുന്നത്. ഓക്കെ, PhD കിട്ടുന്നത് 10 to 12% ആളുകൾക്കാണ് PhD കിട്ടുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ 12 to 13, അതിൽ 6% ആളുകൾക്കാണ് നെറ്റ് കിട്ടുന്നത്, 1% ആളുകൾക്കാണ് JRF കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 1% ലെസ്സൺ അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് കിട്ടുന്ന JRF തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. ഇറ്റ്സ് എ ബിറ്റ് ടഫ്. ഓക്കെ, പലർക്കും ടഫായിട്ട് തോന്നും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപൂർവം ആളുകൾക്ക് ചിലപ്പോൾ ഏജ് ലിമിറ്റ് ഉണ്ടാവാം. ഓക്കെ, അപൂർവം ആളുകളുടെ കേസുകളിൽ ചിലപ്പം ഏജ് ലിമിറ്റ് ഉണ്ടാവാം. ഏജ് ലിമിറ്റ് കാരണമായിട്ട് ബേസിക്കലി ട്രൈ ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവാം. ഓക്കെ, അവരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ടാർഗറ്റ് JRF തന്നെ ആയിരിക്കണം. ഓക്കെ, JRF തന്നെ ആയിരിക്കണം. JRF തന്നെ, ഇറ്റ്സ് പോസിബിൾ. പലർക്കുള്ള പ്രശ്നം ഇത് വളരെ ടഫാണ്. ഇറ്റ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇഫർ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വെച്ചിട്ട് ഇപ്രാവശ്യം തന്നെ മോർ ദൻ 62 അതിന് മുകളിൽ JRF ഇഫറേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് പോസിബിൾ. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളിലും നമുക്ക് JRF ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇഫറേറ്റ്സ് അത് പോസിബിൾ ആക്കിയിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ടാർഗറ്റ് JRF ആണ് എന്ന് തീരുമാനിക്കാം. രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു ഹൈലി ഇൻ്റലക്ച്വൽ എക്സാം അല്ല. എസ്പെഷ്യലി UGC. സയൻസിന് ചിലപ്പം മാത്സിനോ ഫിസിക്സിനോ ഒക്കെ കുറച്ച് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു UGC ആസ്പെക്ട്, ഓക്കെ, CSIR അല്ലാതെ UGC ആസ്പെക്ട്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളുടെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഈസ് നോട്ട് നീഡഡ് ഹിയർ. ഓക്കെ, വലിയൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല. മറിച്ച് നമുക്ക് ആവശ്യമുള്ളത് കൺസിസ്റ്റൻസി എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്. അതായത് തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ശരിക്ക് ഇനിയിപ്പോൾ എക്സാമിന്, ഓക്കെ, നമുക്ക് ടുഡേ വി ഹാവ്, ഓക്കെ, March 14, ഓക്കെ, March 14 ആണ് നമുക്കുള്ളത്. ആൻഡ് വി ഹാവ് ദ എക്സാം ഓൺ ഹോപ്പ്ഫുള്ളി ജൂൺ. ഓക്കെ, ജൂണിലാണ് നമുക്ക് എക്സാം ഉള്ളത്. സോ അറൗണ്ട്, ഓക്കെ, നമുക്ക് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ്, അറൗണ്ട്
സപ്പോസ് 75 ഡേയ്സ് ഒക്കെയാണ് നമുക്ക് എക്സാമിനുള്ളത്. ഓക്കെ, 75 ഡേയ്സ് ഒക്കെയാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പം ഇത്ര ഡേയ്സ് എക്സാമിനുള്ള ഈ ഒരു സമയത്ത് ഇനിയുള്ള എല്ലാ ദിവസങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ക്വാളിഫൈ ദ എക്സാം. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റുമെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം കൺസിസ്റ്റൻ്റ് ആവുക എങ്ങനെയെന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആവുക എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുക? എങ്ങനെയാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുക? ബിക്കോസ് നമ്മൾ കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വെൻ ഇറ്റ് കംസ് ടു പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം പഠിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ക്വാളിഫൈ ദിസ് എക്സാം. ഓക്കെ, ഹൗ ഒരാൾക്ക് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുക? കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മേ ബി ഒരു സെറ്റ് ഓഫ് അവേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ്. എനി മെത്തേഡ്സ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഞാൻ പറയുന്നത് നമ്മൾ ഇഫറിൽ ഉപയോഗിക്കുന്നതും പേഴ്സണലി എനിക്ക് ഇത്രയധികം ക്വാളിഫൈ ചെയ്യാനും സഹായിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ആസ്പെക്റ്റിലേക്ക് പറയുന്ന ഒരു സംഭവമാണ്. ഹൗ ക്യാൻ യു ബി കൺസിസ്റ്റൻറ്റ്? സോ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് 3 മണിക്കൂർ പഠിക്കുക എന്നുള്ളൊരു സംഭവം മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല. ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. അങ്ങനെ ഒരു JRF ഹോൾഡേഴ്സും ഓക്കെ ബേസിക്കലി ഡെയിലി മോട്ടിവേഷൻ ചെയ്യാൻ ഒരാളെ ക്യാഷ് കൊടുത്തേണ്ടി നിർത്തേണ്ടി വരും. ഓക്കെ, നൈസ് ആൻസർ. സോ ബേസിക്കലി ആദ്യം മനസ്സിലാക്കുക, എല്ലാ ദിവസവും നമുക്ക് ഇത്ര മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ വേണ്ടത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിക്കാളെ ബെസ്റ്റ് പോസിബിൾ കൺസിസ്റ്റൻസി എന്നാണ്. അപ്പോൾ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഐ വിൽ സേ you can do it by what we can say having a strong reason. നിങ്ങൾക്ക് JRF കിട്ടാൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് റീസൺ വേണം. ആ റീസൺ ക്യാൻ ബി എ സെറ്റ് ഓഫ് റീസൺ. ഒരു സെറ്റ് ഓഫ് റീസൺസ് നിങ്ങൾക്ക് വേണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് JRF കിട്ടണം, എനിക്ക് JRF കിട്ടിയിട്ട് PhD എടുക്കണം, PhD എടുത്തിട്ട് ഇന്ന് കോളേജിൽ ടീച്ചർ ആവണം, എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കണം, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ചില സ്വപ്നങ്ങൾ സാധിക്കണം. സോ ഇതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റീസൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം. നിങ്ങൾക്ക് എന്തിനാണ് JRF ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും. വൈ യു വാണ്ട് JRF? നിങ്ങളത് കേവലം എനിക്ക് PhD ചെയ്യണം എന്നാണെങ്കിൽ that will not keep you consistent for long. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല JRF കിട്ടിയിട്ട് PhD ആണെന്നുള്ളത്. ക്യാഷ്, നല്ല ഉത്തരം. ക്യാഷ്, ബീങ് എ ഹ്യൂമൻ, ഇറ്റ്സ് എൻ ഇമോഷണൽ റീസൺ. ടു സർവൈവ്, വാണ്ട് ടു മേക്ക് മൈ പാരൻസ് പ്രൗഡ്. ദെൻ പറ്റാവുന്നത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം. അല്ലാത്തത് നിങ്ങൾക്ക് സെറ്റ് ഓഫ് റീസൺസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫോർ സെക്യൂറിങ് ഫാമിലി, ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ ഫ്രീഡം. വാട്ട് വി കൻ സേ, ഇന്നുള്ള കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് വരുന്ന സംഭവത്തിൽ ജോബ്, ക്യാഷ്, ഫ്യൂച്ചർ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ കണ്ടുവച്ച ആൾക്കാരുണ്ട്. അവരോടൊന്ന് പറയണം, കുറേ കാലം അതിലെ പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന JRF കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, എനിക്ക് ഐഡൻറ്റിഫിക്കേഷൻ, ബേസിക്കലി അപ്രീസിയേഷൻ, റെക്കഗ്നീഷൻ, to make my husband proud for supporting me, okay, to make my parents proud. So that is a set of reasons. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി നിങ്ങളെ ഡയറിയിൽ, നിങ്ങളെ മൊബൈലിൽ, ഐ പ്രിഫർ മൊബൈൽ, ഡിജിറ്റൽ ആസ്പെക്റ്റുകൾ, ഡിജിറ്റൽ നോട്ടുകളിൽ, ഗൂഗിൾ കീപ്പോ ആപ്പിൾ നോട്ടിലോ നിങ്ങൾ എഴുതി വെക്കണം നിങ്ങളുടെ സെറ്റ് ഓഫ് റീസൺ. അത് എത്രത്തോളം പറ്റുമോ അത്രത്തോളം എഴുതി വെക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് PhD ചെയ്യണം, എനിക്ക് എൻ്റെ പാർട്ട്ണറെ ഹാപ്പി ആക്കണം, എനിക്ക് വേണമെങ്കിൽ ദുബായിൽ പോയി സ്കൈ ഡൈവ് ചെയ്യണം, എനിക്ക് ബില്ലിനെ പേടിക്കാതെ എനിക്ക് ഭക്ഷണം കഴിക്കണം, എൻ്റെ പാരൻസിന് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കണം, എൻ്റെ പാരൻസിനെ കൊണ്ട് യാത്ര പോകണം. ഓക്കെ, എൻ്റെ ചില ആളുകളുണ്ട്, ഞാൻ പഠിച്ചാൽ ഇവിടെ എത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ മുന്നിൽ കാണിച്ചു. സോ ദർ ഷുഡ് ബി, എത്രത്തോളം നിങ്ങൾക്ക് റീസൺ ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം റീസൺ ഉണ്ടാക്കാൻ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് മച്ച് ഇമോഷണൽ പോസിബിൾ. എത്ര എഴുതിയാലും ഓക്കെ തീരൂല എന്ന് പറഞ്ഞാൽ തീരാത്തത്ര നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റും.
നമുക്കൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും കൺസിസ്റ്റന്റ് ആകാൻ പറ്റാത്ത വെച്ചാൽ റീസൺസ് കുറവായതുകൊണ്ടാണ്. പലരും എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഭയങ്കര ലോജിക്കലാവും അല്ലേ, എനിക്ക് പഠിച്ചിട്ട് JRF കിട്ടിയിട്ട് ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യണം, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് നമ്മൾ ഒരു പരിധിക്കപ്പുറം കൺസിസ്റ്റന്റ് ആക്കില്ല. ഒരു പരിധിക്കപ്പുറം ഓക്കെ എന്താ പറയാന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ ഇമോഷനാണ് നമ്മളെ വർക്കൗട്ട് ചെയ്യുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് ഫസ്റ്റ് നെറ്റ് കിട്ടി, ഫസ്റ്റ് എനിക്ക് നെറ്റ് കിട്ടിയ സമയത്ത് എൻ്റെ ഉപ്പ ഇപ്പം മരിച്ചു പോയി, ഉപ്പ ഒരു ഹഗ് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ വലുതായതിൻ്റെ ശേഷം സന്തോഷത്തോടെ എൻ്റെ ഫാദർ എനിക്ക് തരുന്ന അത്ര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഹഗ് അതാണ്. ആ ഒറ്റ ഹഗിന്റെ ഫീലിംഗ് മതി എനിക്ക് ബാക്കി 8ഉം 10ഉം നെറ്റ് നേടാൻ. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ദാറ്റ് വാസ് റിയലി, അതായത് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഓക്കെ, സോ ദാറ്റ് വാസ് ഹൈലി ഇമോഷണൽ ടു മീ. ഇത് നിങ്ങൾക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഈസ് തിങ്. അപ്പൊ ഞാൻ പറയുന്നത് ഡിജിറ്റൽ ഒരുപാട് ടൂളുകളുണ്ട്. നിങ്ങൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ കീപ്പ് നോട്ട് ചെയ്താൻ പറ്റുന്ന ആപ്പാണ്. നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കല്ലോ. ഇനി ആൻഡ്രോയിഡ് ആണെങ്കിൽ ഐഫോൺ ആണെങ്കിൽ നമ്മൾ ആപ്പിൾ നോട്ടൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നോട്ട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ സെക്കൻഡ് പോയിന്റിലേക്ക് പറയാം. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് റീസൺ ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആകാൻ പറ്റും. എത്രത്തോളം റീസൺ ഇല്ല അത്രത്തോളം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി പോകും. ഒറ്റ കാര്യം മതി. നിങ്ങളിപ്പോൾ എന്നോട് പറയാണ് ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ ഓക്കെ മോർ ദാൻ നിയർലി 3000 എയ്ഫറേറ്റ്സ് നെറ്റ് നേടിയിട്ടുണ്ട്, 350+ എയ്ഫറേറ്റ്സ് JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, നിയർലി 3000 എയ്ഫർ PhD ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹാവ് ക്വാളിഫൈഡ് മോർ ദാൻ 8 സബ്ജക്ട്. ഇത്ര കാലത്തിന്റെ എക്സ്പീരിയൻസ് സിംഗിൾ തിങ് നിങ്ങൾ പറയാൻ പറ്റും. ഒരുപാട് ഫാക്ടർ, പക്ഷേ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പറയാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ സേ കൺസിസ്റ്റൻസി. ഓക്കെ, എല്ലാ ദിവസവും കുറച്ച് ദിവസം പഠിക്കുക, എല്ലാ ദിവസവും കുറച്ച് ദിവസം പഠിക്കുക, എല്ലാ ദിവസവും കുറച്ച് ദിവസം പഠിക്കുക. ആ എല്ലാ ദിവസവും കുറച്ച് ദിവസം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഐ വിൽ സേ ഇറ്റ്സ് റീസൺ. ഓക്കെ, അതിന് അപ്പോൾ പലരും പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. സോ വി ഹാവ് ബേസിക്കലി ഞാൻ PhDക്ക് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് പൈസന്റെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ ബേസിക്കലി ഇറ്റ്സ് എ ഫാക്ട്. അതൊരു ഫാക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണം, PhDക്ക് വേണം എന്നുള്ളത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഒരുപാട് ദിവസം എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ആക്കണം എന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോരോ സമയങ്ങളിൽ ഓരോന്നായിരിക്കും മോട്ടിവേറ്റ് ആവുക. ചിലപ്പം നമ്മളെ പാരൻസിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും, ചിലപ്പം സെൽഫ് എസ്റ്റീം ആയിരിക്കും, ചിലപ്പം ക്യാഷ് ആയിരിക്കും, ചിലപ്പോൾ സ്കൈ ഡൈവ് ആയിരിക്കും, ചിലപ്പം യാത്രകളായിരിക്കും. എ സെറ്റ് ഓഫ് റീസൺ ആണ് മനുഷ്യന്മാരെ കൺസിസ്റ്റൻസ് ആക്കുക. സിംഗിൾ റീസൺ എപ്പോഴും കൺസിസ്റ്റന്റ് ആക്കില്ല. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ സേ ഇറ്റ്സ് എ കൺസിസ്റ്റൻസി. ഓക്കെ, അത് കൺസിസ്റ്റൻസി ആണ് എന്നുള്ളതാണ്. അപ്പൊ കൺസിസ്റ്റൻസി കിട്ടാ കൂടുതലായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളിൽ ഞാൻ അവസാനം തീർക്കട്ടോ, നമുക്ക് കുറച്ചുകൂടി പോയിന്റുകൾ പറയാനുള്ളതാണ്. കൺസിസ്റ്റൻസി കിട്ടാൻ ഞാൻ പറയാ യു ഷുഡ് ഹാവ് എ സ്ട്രോങ് റീസൺ. അതോടൊപ്പം തന്നെ മേ ബി യു ക്യാൻ ബി എ പാർട്ട് ഓഫ് എ ടീം. നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആവാം. നമ്മൾ ഇപ്രാവശ്യമൊക്കെ ഇഫറിലൊക്കെ JRF നെറ്റും കിട്ടിയ കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള ബേസിക് റീസണുകളിലൊന്ന് ഒന്നായിരുന്നു ബേസിക്കലി അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫ്രണ്ട്സ്, അത് കുറച്ചുകൂടി കമ്പൈൻ സ്റ്റഡി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. രണ്ട് ഫ്രണ്ട്സ് പരസ്പരം അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആവുക, ഓൺലൈനിലൂടെ തന്നെ പഠിക്കുക, 100 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ പഠിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുക. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് എ കൺസിസ്റ്റൻസി. ഒരു സമയത്ത് നമ്മൾ അത്ര കൺസിസ്റ്റന്റ് ആവില്ല, നമുക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ടാവും, ബട്ട് ദ അതർ പേഴ്സൺ വിൽ ബി പ്രഷറൈസിങ് അസ് ഓൺ ദ അതർ ടൈം. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഒരു ഗ്രൂപ്പ് സ്റ്റഡി, നമ്മൾ കോളേജിലൊക്കെ പറയുന്ന 4-5 ആളൊരു ഗ്രൂപ്പ് സ്റ്റഡി ഒന്നും ഈ ഒരു സ്റ്റേജിൽ അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല. അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലൊക്കെ ഒരുമിച്ചിരിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നതാണ്. ബട്ട് യു ക്യാൻ ഹാവ് എൻ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഒരാൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആളുകൾ, ഒരു ടീം, ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിലനിർത്താനുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഇപ്പൊ ഞാൻ ഇഫറിനെ കുറിച്ച് പറയുന്നില്ല, ഐ ക്യാൻ ടെൽ യു ടുവാർഡ്സ് എൻഡ്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ആണ് പലപ്പോഴും പല എക്സാമിനും ആളുകൾ സംഭവിക്കുന്നത്. ഒരു എക്സാമിന് സാധാ എല്ലാവരും പഠിച്ചു വരിക പേപ്പർ 2 ആണല്ലോ. അപ്പോൾ പേപ്പർ 2 പഠിച്ചിട്ട് എക്സാമിന് അങ്ങ് എഴുതും. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും, ഒരു 4-5 മാർക്കിന് 4-5% മാർക്ക് അങ്ങ് പോകും. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക വെച്ചാൽ ഫോക്കസ് ഫുള്ള് പേപ്പർ 2 കൊടുത്തിട്ടുണ്ടാവും, പേപ്പർ 1 കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അപ്രാവശ്യം പേപ്പർ 1 നല്ല മാർക്ക് വരും. അപ്പോൾ അടുത്ത പ്രാവശ്യം മേ ബി ഒരു കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്തും ബാക്കിയുള്ള അടുത്ത കൊല്ലം ഫുള്ള് പേപ്പർ 1 ആവും, അടുത്ത കൊല്ലം പിന്നെ പേപ്പർ 2 ആണ് പോകും. ദിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, പേപ്പർ 1 പേപ്പർ 2 രണ്ടും ഈ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് വെച്ച് നോക്കുമ്പം ഓക്കെ, നമ്മൾ മാർക്ക് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പം what we can say paper 1 is more important. Okay, paper 2 is more important. മാർക്ക് വെച്ച് നോക്കുമ്പോൾ we have പേപ്പർ 2 ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതേസമയം when it comes to what we can say
ഇമ്പോർട്ടൻസ്, ആളുകൾ അത്ര പെർഫോം ചെയ്യാത്ത, ആളുകൾക്ക് അത്ര അറിയാത്ത ഒരു എക്സ്ട്രാ അടിച്ച് കിട്ടുന്ന ആസ്പെക്റ്റിൽ പേപ്പർ 1 ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ യു ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് അപ്രോച്ച്. രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആയിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, കോളേജിൽ പഠിക്കുമ്പോൾ നല്ല പഠിപ്പിസ്റ്റുകളായ പല കുട്ടികൾക്ക് കോളേജിൽ PGക്കൊക്കെ നല്ല മാർക്കും റാങ്കും കിട്ടിയ കുട്ടികൾക്ക് ഒരു നെറ്റ് ഒന്നും കിട്ടില്ല. അതേസമയം ഒരു ആവറേജ് ഒക്കെ, തീരെ പഠിക്കാത്ത കുട്ടികൾ ഞാൻ പറയുന്നില്ല, ഒരു ആവറേജ് ഒക്കെ പഠിക്കുന്ന പല കുട്ടികൾക്കും നെറ്റ് JRF ഒക്കെ കിട്ടും. കണ്ടിട്ടുണ്ട് ഈ പ്രതിഭാസം? ഒരുപാട് ആളുകൾ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അവസാനം തീർക്കാം. ഞാൻ അവസാനം ഡൗട്ടുകളൊക്കെ ക്രിസ്റ്റി ഞാൻ അവസാനം പറയട്ടോ. ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടേണ്ടെന്ന് കരുതിയില്ല. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാവും അല്ലേ, നല്ല പഠിക്കുന്ന കുട്ടികൾ ചിലപ്പം ക്വാളിഫൈ ചെയ്യില്ല, ചിലപ്പം ക്വാളിഫൈ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികൾ ക്വാളിഫൈ ചെയ്യും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, റീസൺ ഇസ് സിമ്പിൾ. ആസ് ഓഫ് നൗ ഇപ്പോഴും ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദ PG എക്സാമുകളും ഐ വിൽ സേ ഇറ്റ്സ് എ ക്വാളിഫൈങ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഓക്കെ, എഴുതുന്ന എക്സാം ആണ്. പുതുതായിട്ട് വരുന്ന ഓൺലൈൻ കോഴ്സുകളിൽ ഇപ്പൊ ചില PGകൾ ഒബ്ജക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് മെജോറിറ്റി ഓഫ് PG പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാംസ് ഇൻ ഇന്ത്യ സ്റ്റിൽ ഇസ് ഡിസ്ക്രിപ്റ്റീവ്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാളിഫയിങ് എക്സാംസ് ആണ്. അപ്പൊ നമ്മൾ സെയിം സിലബസ് ആണ് നമ്മൾ PGക്കും നെറ്റിനും പലപ്പോഴും പഠിക്കുന്നതെങ്കിൽ പോലും PGയെ സംബന്ധിച്ച് നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്, ഒരു ക്വാളിഫയിങ് എക്സാമിനാണ് പഠിക്കുന്നത്. നെറ്റിനെ സംബന്ധിച്ച് നമ്മളൊരു ഒബ്ജക്റ്റീവ് എക്സാമിനാണ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണ് പഠിക്കുന്നത്. അപ്പോൾ ക്വാളിഫയിങ് എക്സാമിന് പഠിക്കുന്ന നാക്കും ഒബ്ജക്റ്റീവ് എക്സാമിന് പഠിക്കുന്ന അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന നാക്കും ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് എഴുതുന്ന PG പരീക്ഷയ്ക്ക് നല്ല മാർക്കുന്ന പല കുട്ടികൾക്കും ഒബ്ജക്റ്റീവ് എക്സാമിൽ മാർക്ക് കിട്ടാത്തതും, ഇതിൽ വലിയ മാർക്കില്ലാത്ത കുട്ടികൾക്കും ഒബ്ജക്റ്റീവ് എക്സാമിന് മാർക്ക് കിട്ടുന്നതും, ഈവൻ ദോ ഇറ്റ്സ് എ സെയിം സിലബസ്. കംപ്ലീറ്റ് സെയിം സിലബസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്സ്, ഓക്കെ, മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്, ഓക്കെ, രണ്ട് ആസ്പെക്റ്റിലും സെയിം ആണ്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ ടോപ്പിക് രണ്ട് ഡിഗ്രി ഓർ PG ഓർ നെറ്റ് സെയിം ആണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, PGക്ക് പഠിച്ച ക്വാളിഫയിങ് തന്നെയാണ് നമ്മൾ നെറ്റിനും പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്താണ് ഡിഫറൻസ്, ഇത് എങ്ങനെയാണ് മനസ്സിലാവുക അല്ലേ? അതാണ് അടുത്ത ചോദ്യം ഉണ്ടാവുക. ഓക്കെ, മനസ്സിലാവുന്നതാണ് പ്രശ്നം. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റീവിന് പഠിക്കുക? അപ്പോൾ ഞാൻ ബേസിക്കലി നമുക്കെല്ലാം സ്മാർട്ട് വർക്ക്, ഡിറ്റർമിനേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഞാൻ നോർമലി ഈ സ്മാർട്ട് വർക്ക്, ഡിറ്റർമിനേഷൻ, വിൽ പവർ, ഓക്കെ, ഇങ്ങനെയുള്ള വേർഡുകളൊന്നും പറയാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആളുകൾ ഇത് പറയുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലായപ്പോൾ എനിക്കിത് കിട്ടി. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് പലർക്കും ഇത് കിട്ടാത്തത് എന്നുള്ളത് കൊണ്ട് ബേസിക്കലി ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാമെന്നാണ് കരുതുന്നത്. സോ ബേസിക്കലി എന്താണ് ക്വാളിഫയിങ് എക്സാമിൽ നിന്ന് കോമ്പറ്റീറ്റീവ് എക്സാമിലെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. പക്ഷെ ആ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതെങ്ങനെ മനസ്സിലാക്കുക എന്നാണ് അടുത്ത ഡൗട്ട് അല്ലേ? ശരി, സമ്മതിച്ചു അല്ലേ? നിങ്ങൾ പറയും സമ്മതിച്ചു, സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡൺ. എങ്ങനെയാണ് സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക? അവിടെയാണ് സിലബസ് പ്ലസ് PYQ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നിങ്ങൾ ആദ്യം UGC പ്രിപ്പറേഷൻ്റെ ആസ്പെക്റ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എസ്പെഷ്യലി നിങ്ങളെ പേപ്പർ 2-ന്, പേപ്പർ 1-ന് ഇങ്ങനെ തന്നെയാണ്, പക്ഷേ പേപ്പർ 2 വിൽ ബി ദ ക്വാളിഫയിങ് കോമ്പറ്റേറ്റീവ് കൺഫ്യൂഷൻ ഉണ്ടാവുക പേപ്പർ 2 ആണെന്നുള്ളത് കൊണ്ട് നന്നായിട്ട് സിലബസ് വായിക്കുക. മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ സിലബസ് വായിക്കുക. അങ്ങനെ മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ സിലബസ് വായിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ സിലബസ് വായിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം, ഒരു 3 to 4 PYQ പഠിക്കുക. ഓക്കെ, എവിടെ നിന്നാണ് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഫ്രീ PYQ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ബേസിക്കലി ഓക്കെ, നിങ്ങൾ PYQ പഠിക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമതായിട്ട്, ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ PYQ പഠിക്കുക. ഓക്കെ, PYQ പഠിക്കുക. PYQ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, PYQ പഠിക്കണമെങ്കിൽ മൊത്തം പഠിക്കണ്ടേ, PYQ വായിച്ചു വെക്കുക. അപ്പം നിങ്ങൾ ബേസിക്കലി കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ സിലബസ് വായിച്ചതിന് ശേഷം ഒരു 4-5 PYQ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കൊമേഴ്സിൽ എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് കൊമേഴ്സ് പഠിക്കേണ്ടതെന്ന്. മറിച്ച് നിങ്ങൾ PGക്ക് പഠിച്ച അതേ നോട്ട് ഉപയോഗിച്ചിട്ട്, അതേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് പഠിച്ച് ഒരുപാട് ഫീഡ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് വരുന്ന സമയത്ത് തന്നെ, ഒബ്ജക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു എക്സാം ജയിക്കാൻ മാത്രമുള്ളത് പലപ്പോഴും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള അത്ര നിങ്ങൾക്ക് പലപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സിലബസ് വായിക്കുക. എവിടെയാണ് സിലബസ് കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഞാൻ മറന്നു പോകണമെങ്കിൽ അവസാനം ഓർമ്മപ്പെടുത്തിയാൽ മതി. PYQ ഡൗൺലോഡ് ചെയ്യുക, PYQ 4-5 എണ്ണം വായിക്കുക.
ആ ഒരു സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓക്കെ ബേസിക്കലി ഇത് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. സോ ബേസിക്കലി യു വിൽ ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദാറ്റ്. നൗ മൂവിങ് ടു നെക്സ്റ്റ് ആസ്പെക്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പലപ്പോഴും നമുക്കൊക്കെ കിട്ടാക്കാനുള്ളൊരു മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. എല്ലാവർക്കും ആഗ്രഹമല്ലേ? എന്നിട്ട് നമ്മൾ കുറെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചാറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി പോയിന്റ് എൻ്റെ ഉള്ളൂ, ഒരു മേ ബി ഒരു 15 മിനിറ്റ്സ് കൊണ്ട് എൻ്റെ പോയിന്റ് കഴിയും. അതിനുശേഷം ഞാൻ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യട്ടെ. കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ മനസ്സിലാകുന്ന ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ നിർത്താം. മറ്റേ നമ്മൾ ആ ഫ്ലോ നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ വിഷ്ണു ഐഫോൺ എവറിത്തിങ് ഐ വിൽ ബി ആൻസറിങ് എവറിത്തിങ്. ഓക്കെ, പ്ലീസ് ഡു റിമൈൻഡ് ദർ. സോ പ്രിപ്പയർ. നമ്മുടെ പ്രശ്നം, ഞാൻ സിലബസ് മൊത്തം പഠിക്കും, എന്നിട്ട് ഞാൻ ഇത്ര തവണ റിവൈസ് ചെയ്യും, ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കും, ഞാൻ എല്ലാ ദിവസവും 3 മണിക്കൂർ പഠിക്കും, ഇങ്ങനെ കുറേ പ്ലാനുകളൊന്നും ഉണ്ടാക്കും. ഈ പ്ലാനുകൾ ഉണ്ടാക്കിയാലുള്ള പ്രശ്നം എന്താ അറിയോ? ഈ പ്ലാനുകൾ നടക്കൂല. ചിലരൊക്കെ ടൈം ടേബിൾ അങ്ങ് ഉണ്ടാക്കും. ടൈം ടേബിളിൻ്റെ പ്രശ്നം എന്താ അറിയോ? മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിളിന് വർക്കൗട്ട് ആവില്ല. ഐ വിൽ സേ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നതെങ്കിൽ വർക്കൗട്ട് ആവില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ 10 മിനിറ്റ് പഠിക്കും എന്നുള്ള ടൈം ടേബിൾ ആണെങ്കിൽ, കാരണം നമ്മൾ എപ്പോഴും നമുക്ക് പറ്റാവുന്ന ഒരു മാക്സിമം കപ്പാസിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അത് പരമാവധി ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ സോ ബേസിക്കലി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കത് കംപ്ലീറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എപ്പോഴും പ്ലാൻ ഉണ്ടാക്കുമ്പോൾ റിയലിസ്റ്റിക് പ്ലാനായി. റിയലിസ്റ്റിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ ഈ വെബിനാറാണ്. വെബിനാർ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ ഇന്ന് സമയം ഉണ്ടെങ്കിൽ സിലബസ് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഒന്ന് സിലബസ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുന്നു. നാളെ തൊട്ട് നിങ്ങൾ പഠിക്കുന്നു. നാളെ തൊട്ട് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ പഠിക്കുന്നു. മറ്റന്നാൾ 1-2 മണിക്കൂർ പഠിക്കുന്നു. ഓക്കെ, പിന്നെയും നിങ്ങൾ 1 or 2 hours നിങ്ങൾ പഠിക്കുന്നു. സോ ബേസിക്കലി പിന്നെ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഡൗൺ ആവുന്നു. നോ ഇഷ്യൂ, അന്ന് നിങ്ങൾ തിരക്കാണ്. ഓക്കെ, അന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 5-10 മിനിറ്റ് പഠിക്കുന്നു, അടുത്ത ദിവസം വീണ്ടും പഠിച്ചു തുടങ്ങുന്നു 1 or 2 hours. അടുത്ത ദിവസം നിങ്ങൾക്ക് കുറച്ചധികം സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, യു വിൽ ബി വാട്ട് വി കൻ സേ യു വിൽ ബി സ്റ്റഡിങ് ഫോർ 4 or 5 hours. ഓക്കെ, 4 or 5 hours നിങ്ങൾ പഠിക്കുന്നു. അടുത്ത ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര 4 or 5 hours പഠിച്ചതിൻ്റെ ഒരു റെസ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് 1 hour പഠിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേ കുറച്ച് ക്വസ്റ്റ്യൻസ്, ബിക്കോസ് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇറ്റ് വിൽ നോട്ട് ബി സംതിങ് ലൈക്ക് 5 hours 5 hours 3 hours അങ്ങനെ ആവില്ല. അങ്ങനെ ഒരാളെ കൊണ്ടും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇത്ര അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടും പഠിക്കാൻ പറ്റില്ല. ഐ വിൽ സേ ദിസ് ഈസ് എ റിയലിസ്റ്റിക് പ്ലാൻ. ഇനി നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ, നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, ആ ടൈം ടേബിളിനനുസരിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ 2 ആഴ്ച കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ടൈം ടേബിളിനനുസരിച്ച് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാനൊക്കെ റീസെൻ്റ്ലി കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണമെന്നില്ല, ബട്ട് യു ക്യാൻ ഹാവ് എ പ്ലാൻ. ഇന്ന് പഠിക്കാം. പക്ഷേ സീരിയസ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ അത് ഫുൾഫിൽ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി അസസ് ചെയ്യുന്നു, അപ്പോൾ ടൈം ടേബിൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ടൈം ടേബിൾ ഒന്നുകൂടി റീസ്ട്രക്ചർ ചെയ്യുന്നു, വീണ്ടും പഠിക്കുന്നു, മാക്സിമം ടൈം ടേബിൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു, ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നു, വീണ്ടും അടുത്ത ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, ഗോൺ. അല്ലാതെ ഒരു ഫിക്സഡ് സീരിയസ് ടൈം ടേബിൾ ഒരാഴ്ചക്ക് ഉണ്ടാക്കിയിട്ട് ആ ഒരാഴ്ചയുടെ കംപ്ലീറ്റ് ടൈം ടേബിൾ ഫുൾഫിൽ ചെയ്യുന്നു, നിയർലി ഇമ്പോസിബിൾ. മനുഷ്യന്മാരെ കൊണ്ട് പറ്റൂല കേട്ടോ. അല്ലെങ്കിൽ ടൈം ടേബിൾ അത്ര ലോക്കൽ ടൈം ടേബിൾ ആക്കേണ്ടി വരും. അല്ല, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഓക്കെ, വളരെ ആസ്പെക്റ്റിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ ആണെങ്കിലാണ് അവിടെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റിയലിസ്റ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനുകൾ ഉണ്ടാക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ള ഒരു ആസ്പെക്ട്. അടുത്തൊരു ആസ്പെക്ട്, എപ്പോഴും ബേസിക്കലി കുട്ടികൾ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, പേപ്പറിലൊക്കെ ആണെങ്കിലും, ജയിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനേക്കാളേറെ തോൽക്കുന്നവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ആളുകൾ പരീക്ഷയ്ക്ക് തോൽക്കുന്നത്? നിങ്ങൾ പറയും, എന്തുകൊണ്ടാണ് ആളുകൾ പരീക്ഷയ്ക്ക് തോൽക്കുന്നത്?
നിങ്ങളുടെ അറിവിൽ എന്തുകൊണ്ടാണ് ആളുകൾ പരീക്ഷയ്ക്ക് തോൽക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ചിലതൊക്കെ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് തന്നെ ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ തോൽക്കുന്ന ക്വാളിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയാൽ മതി. ഈ ജയിക്കുന്ന ക്വാളിറ്റി നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കണമല്ലോ. ഇപ്പം ഏതും പുതുതായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളെ നല്ലത് ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. യാ, ആളുകൾ എന്തുകൊണ്ടാണ് തോൽക്കുന്നത് ചോദിച്ചാൽ പഠിക്കാത്തതുകൊണ്ട്, റിവിഷൻ കുറവായതുകൊണ്ട്, കോൺഫിഡൻസ് കുറവായതുകൊണ്ട്, കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട്, സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട്, PYQ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട്, ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കുന്നത് കൊണ്ട്, ഓക്കെ, ടെൻഷൻ, ബിസി. സോ ദർ ആർ മെനി റീസൺ. നിങ്ങൾ പറഞ്ഞൊക്കെ തന്നെ റീസൺ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇൻകൺസിസ്റ്റൻസി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു സ്ഥിരമായിട്ട് പഠിക്കാത്തത് കൊണ്ട്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റത്തിൽ പഠിക്കാത്തത് കൊണ്ട്. ഓക്കെ, അടുത്തത് സിലബസ് ഫാക്ടർ. ആരോ പറഞ്ഞ പോലെ പഠിക്കാത്തത് കൊണ്ട്, പഠിച്ച് തീരാത്തത് കൊണ്ട്, ഓക്കെ, റിവൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാത്തത് കൊണ്ട്. ഓക്കെ, ദെൻ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അത് പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക് ആവാം. പ്രിപ്പറേഷനേക്കാളേറെ ഞാൻ കണ്ടിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. ഐ വിൽ സേ ഇറ്റ്സ് ഇൻ ദ വാട്ട് വി കൻ സേ എക്സാമിനേഷൻ ഹാൾ. എക്സാമിനേഷൻ ഹാളിൽ എക്സാമിൻ്റെ അന്നുള്ള സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി പലരും ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള റീസണാണ് ടൈം മാനേജ്മെൻറ്റ്. എക്സാമിനേഷൻ ഹാളിലെ ടൈം മാനേജ്മെൻറ്റും, ഇനി എക്സാമിന് 75 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് പേപ്പർ 1 മാത്രം അറൗണ്ട് 130 ടോപ്പിക്സ് ഉണ്ട്. പേപ്പർ 1 നിങ്ങളെ ഒരു 50 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് 1000 ക്വസ്റ്റ്യൻ. ഓക്കെ, 50 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് 2500 ക്വസ്റ്റ്യൻ. 75 ദിവസം നിങ്ങൾ 2500 ക്വസ്റ്റ്യൻ ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ദിവസം ഓക്കെ യു ഹാവ് ടു ഡു അറൗണ്ട് ഓക്കെ 30 ക്വസ്റ്റ്യൻസ്. ഒരു ദിവസം നിങ്ങൾക്ക് 75 ദിവസമേ ഉള്ളൂ. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്? പേപ്പർ 2 ഇതിലേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേപ്പർ 2 യു ഹാവ് ടു ഡു മച്ച് മോർ. കൂടുതൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക. സോ PYQs പരമാവധി ചെയ്യുന്നതിൽ ഇത് വരിക. ദെൻ ഇന്നഡക്കേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ PYQ, മോക്കുകൾ, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഓക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ദിസ് ഈസ് എ തിങ്. ഓക്കെ, ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ആസ്പെക്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബേസിക്കലി വാട്ട് വി ക്യാൻ സേ എന്തൊക്കെയാണ് ഓക്കെ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ബേസിക് സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയത് എവിടെയാണ് ആളുകളുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാത്തതാണ്. 2, അവൈലബിൾ ആയിട്ടുള്ള PYQ മോക്കുകളൊക്കെ വാട്ട് വി കൻ സേ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. 3 എന്ന് പറയുന്നത് ഓക്കെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ്. 4 എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, 4 എന്ന് പറയുന്നത് വി ഹാവ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം ഹൗ കമ്മിങ് ടു ദ ലാസ്റ്റ് ആസ്പെക്ട് ഓഫ് മൈ സെഷൻ, അതിനുശേഷം നിങ്ങൾ കംപ്ലീറ്റ് ഔട്ടുകൾ തീർക്കുന്നതായിരിക്കും. ഹൗ എയ്ഫോ വർക്ക്സ് ഓൺ ദിസ് എന്നുള്ള ഓക്കെ യാ വാട്ട് വി കൻ സേ എയ്ഫ് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞു ഇഫർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിൽ വി ഹാവ് മോർ ദൻ 62 JRF, ഓക്കെ, മോർ ദൻ 560 നെറ്റ് ആൻഡ് 1400 പ്ലസ് PhD. അപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന പോലെ കൺസിസ്റ്റൻസി ആസ്പെക്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാവുന്ന ഒരു സാധനമാണ് എയ്ഫർ, ഇമോടെക് കമ്പ്യൂട്ടർ ലേണിംഗ് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും. നമ്മൾ റെഗുലർ സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രീവിയസ് ആയിട്ടുള്ള ഓക്കെ PYQ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം PYQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് വി കൻ സേ ഒഫീഷ്യലി UGC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യാറില്ല.
കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതേസമയം ഈ ആൻസർ കീ വെരിഫിക്കേഷൻ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ഫസ്റ്റ് ടു റിലീസ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആസ് ഫ്രീ എയ്ഫർ ആണ്. എയ്ഫർ റിലീസ് ചെയ്യാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എയ്ഫർ ദിസ് വീക്കോട് കൂടി എയ്ഫർ റിലീസ് ചെയ്യും, ഏറ്റവും അവസാനം കഴിഞ്ഞ എക്സാമിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഫസ്റ്റ്ലി നമ്മളൊരു ഫസ്റ്റ് 1 മന്തോളം കൂടി നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ എയ്ഫറൈറ്റ്സിൽ മാത്രമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആഫ്റ്റർ ദാറ്റ് ഓൺലി വി മേക്ക് ഇറ്റ് പബ്ലിക്. സോ ബേസിക്കലി ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പേപ്പർ 1 ആണെങ്കിൽ കഴിഞ്ഞ ഏകദേശം 250-ലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സ് മാത്രം, ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ മാത്രം, സ്ക്വയർ ഓഫ് അപ്പോസിഷനിൽ തന്നെ ഡിറ്റർമിനൻറ്റ്, ഡിറ്റർമൈൻഡ് അൺഡിറ്റർമൈൻഡ് ആസ്പെക്റ്റുകൾ, ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആസ്പെക്റ്റുകൾ, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫാൾസിറ്റി ആസ്പെക്റ്റുകൾ, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ആസ്പെക്റ്റുകൾ, ദെൻ ഫാലസീസ് ആസ്പെക്റ്റുകൾ, ദ ഹോൾ ടോപ്പിക്കുകളുടെ ഈവൻ കഴിഞ്ഞ NTA ശേഷം തന്നെയുള്ള 10,000-ലധികം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് നമ്മളെടുത്തുണ്ട്. വി പ്രൊവൈഡ് ദാറ്റ്. പിന്നെ നമ്മളുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഇപ്പോൾ വർക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്താ പറയുന്നത് വെച്ചാൽ, ബേസിക്കലി ഒന്ന് നമ്മളെ എയ്ഫറൈറ്റ്സിന് കുറേ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ആവും. നമ്മളെല്ലാ ആൾട്ടർനേറ്റ് വീക്സിലും ഞാൻ തന്നെ നടത്തുന്ന പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങുകൾ നടത്തും. എല്ലാ ദിവസവും നമ്മളൊരു വാട്ട് വി ക്യാൻ സേ ഒരു കൗണ്ട് ഡൗണുകൾ ഉണ്ടാവും. എല്ലാ ദിവസവും പറ്റാവുന്നത്ര ദിവസങ്ങളൊക്കെ പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടാവും. എല്ലാ ദിവസവും ഒരു ഡെയിലി ടെസ്റ്റ് ഉണ്ട്. ഈ ഡെയിലി ടെസ്റ്റിൻ്റെ പ്രത്യേകത ഇത് 24 മണിക്കൂറേ കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത് ചെയ്യണം നിർബന്ധം, അല്ലെങ്കിൽ അത് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളത് ചെയ്യാൻ കമ്പൽ ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങളെ വിളിച്ചു നോക്കാൻ വി ഹാവ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, റെഗുലറായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ രാവിലെ നോർമലി 5 o'clock കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന JRF ക്ലബ്ബ് എന്നുള്ള ഒരു ആസ്പെക്റ്റുകളുണ്ട്. ദെൻ റെഗുലർ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട്. ദെൻ നമ്മുടെ അഡ്വാൻസ്ഡ് എയ്ഫർ JRF പോലെ ഒരു എയ്ഫർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ദെൻ സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് ലൈക്ക് വീഡിയോ കംപ്ലീഷൻ, ടെസ്റ്റ് കംപ്ലീഷൻ, ഡിഫറെൻറ്റ് വീഡിയോ കാറ്റഗറൈസ്ഡ് വീഡിയോ വാച്ച്, മെഗാ മോക്ക് ടെസ്റ്റ്, കാറ്റഗറൈസ്ഡ് മോക്ക് ടെസ്റ്റിൻ്റെ മാർക്കുകൾ, ഓരോരോ സബ്ജക്റ്റുകളുടെ ഇതിലാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് റെഗുലർ പോഡ്കാസ്റ്റുകൾ കൂടുതലും ഞാനാണ് ചെയ്യാറുള്ളത്. പിന്നെ വിന്നേഴ്സും പോഡ്കാസ്റ്റുകൾ ചെയ്യാറുണ്ട്. റെഗുലറായിട്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ്, അതായത് എങ്ങനെയാണ് എയ്ഫറിന് റിസൾട്ട് കിട്ടിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ടെസ്റ്റിമോണിയലിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുപാട് സെറ്റ് ഓഫ് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, nobody can be consistent. Nobody can be consistent with a single method. അപ്പോൾ അതുകൊണ്ട് എയ്ഫർ എപ്പോഴും പറയാറുള്ളത് രാത്രി ക്ലാസ്സുകൾ ഉണ്ടാവാം, രാവിലെ ക്ലാസ്സുകൾ ഉണ്ടാവാം, പോഡ്കാസ്റ്റുകൾ ഉണ്ടാവാം, ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാവാം, അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടാവാം, JRF ക്ലബ്ബുകൾ ഉണ്ടാവാം, കൗണ്ട് ഡൗണുകൾ ഉണ്ടാവാം, പ്രിപ്പറേഷൻ അനാലിസിസ് ഉണ്ടാവാം, മെൻറ്റേഴ്സ് ഉണ്ടാവാം, ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവാം. ഒരുപാട് സെറ്റ് ഓഫ് കാര്യങ്ങൾ. ഇതെല്ലാം ഒന്നും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്നില്ല, ഉപയോഗപ്പെടുത്തണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ആസ്പെക്റ്റുകൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്. ആ രീതിയിൽ ഇപ്പോൾ JRF ക്ലബ്ബ് നമ്മൾ നോർമലി തുടങ്ങാറുള്ളത് എക്സാമിൻ്റെ 1 or 2 months ബിഫോർ ആണ്. അപ്പം ജൂൺ എക്സാമിന് നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. മോസ്റ്റ് പ്രോബ്ലി ബൈ ഏപ്രിൽ ആയിരിക്കും. നമ്മൾ JRF ക്ലബ്ബ് നമ്മൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഒരുമിച്ചുള്ള ഒരു പഠനമാണ് അല്ലേ. നമ്മൾ പറ്റാവുന്നത്ര കൺസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എയ്ഫറിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ തുടങ്ങിയിട്ട് എക്സാമിൻ്റെ മുമ്പത്തെ 1 or 2 weeks കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ മണിക്കൂറുകളിലും ഗൈഡൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആസ്പെക്റ്റുകളിലേക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇനിയുള്ളൊരു സംഭവം ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കാണാൻ പറ്റും അർഷിന എയ്ഫർ എന്ന് പറയുന്ന ഒരു മെസ്സേജ്. ആ മെസ്സേജിൽ നമ്മൾ എയ്ഫറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, സിലബസ് വേണമെങ്കിൽ സിലബസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എയ്ഫറിൻ്റെ വെബ്സൈറ്റിൽ ഇറ്റ്സ് ഫ്രീലി അവൈലബിൾ. നിങ്ങൾക്കത് അതിൻ്റെ ലിങ്ക് അവിടെ ഉണ്ട്. നിങ്ങൾ എയ്ഫറിൻ്റെ ഡിഫറെൻറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആയിരിക്കും. ആ ഗ്രൂപ്പുകളിൽ നിന്നും നമ്മൾ അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഹൗ ടു ഡൗൺലോഡ് ആൻഡ് അതർ തിങ്സ് എന്നുള്ളതാണ്. സോ ഇത്രയാണുള്ളത്. ആൻഡ് ബേസിക്കലി definitely the best time to start your preparation was long time ago, but the second best time is now. എക്സാമിന് ഇപ്രാവശ്യം ഞാൻ ഇന്നലെ എയ്ഫറിൽ ഇപ്രാവശ്യം JRF ക്വാളിഫൈ ചെയ്ത ഏകദേശം 5ഓളം ആളുകൾക്ക് ഒരുമിച്ച് പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടനെ വരും. നിങ്ങൾ എയ്ഫർ എഡ്യൂക്കേഷൻ ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെല്ലാവരോടും ചോദിച്ചൊരു ചോദ്യമായിരുന്നു,
ഒരു സീരിയസ് ആയിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് JRF അടിക്കുന്ന എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 2 to 2.5 months എന്നാണ് മെജോറിറ്റി ആളുകളുടെയും ഒരു ആസ്പെക്ട്, വാരി ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ആ ഒരു സമയത്താണ് നമ്മളുള്ളത്. നിങ്ങൾ ഇപ്പം തൊട്ടൊരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ദാറ്റ്. ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ടൈം വാസ് ലോങ് ടൈം അഗോ, ബട്ട് ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് ടുഡേ. അതുപോലെ തന്നെ ഇഫർ ഒരുപാട് പേപ്പർ 1-നും പേപ്പർ 2-നും റെഗുലർ കുറേ സെഷനുകൾ, വീഡിയോസ്, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ. അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കാണാൻ പറ്റും, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിലേക്ക് അർഷിന ഇഫർ എന്നുള്ള ഒരു നമ്പറിൽ നിന്ന്. സോ ബേസിക്കലി ഐ ആം കൺക്ലൂഡിങ്, നിങ്ങളെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. വി ഹാവ് JRF ടാർഗറ്റഡ് എ ലോട്ട് ഓഫ് സ്റ്റഡി പ്ലാൻ, 1-to-1 മെൻറ്ററിങ് ഫ്രം അവർ എക്സ്പേർട്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പം എല്ലാവർക്കും ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ മടിയാണ് അല്ലേ, ക്ലാസ്സുകൾ കാണാൻ ബോറാണ്, ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇഫർ കണ്ടുപിടിച്ച ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമാണ് സുഖം. ദ ഫസ്റ്റ് ടൈം ഇൻ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി നമ്മളറിവിൽ വി ഹാവ് ഇൻട്രൊഡ്യൂസ് എ കോൺസെപ്റ്റ് ഓഫ് എജൂറിയൽസ്. എജൂറിയൽസ് എന്ന് പറഞ്ഞാൽ പേപ്പർ 1-ൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും റീലുകളായിട്ട്, 1 മിനിറ്റ് റീലുകളായിട്ട് നമ്മളെ വാട്ട് വി കൻ സേ നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് അവൈലബിൾ ലൈക്ക് ഐ വിൽ സേ ഇറ്റ്സ് അവൈലബിൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാം റീൽ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം റീല് പോലെ തന്നെ അത് അവൈലബിൾ ആണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം റീല് പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആപ്പിൽ അത് അവൈലബിൾ ആണ്. ബിക്കോസ് നിങ്ങളിങ്ങനെ ഓരോരോ റീലുകൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. പേപ്പർ 1-ൽ ആസ് ഓഫ് നൗ ടോട്ടലായിട്ട് നമ്മളുടേത് ഏകദേശം 1000-ലധികം റീലുകളുണ്ട്. 30 സെക്കൻഡ് 35 സെക്കൻഡ്സിൻ്റെ 1000-ലധികം റീല്. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ബോറടിക്കുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു, ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് റീല് കാണാം. നിങ്ങൾ റീല് കാണാൻ റെഡി ആണെങ്കിൽ ഓക്കെ, ബേസിക്കലി ദാറ്റ്സ് ഇനഫ്. വി ഹാവ് പേപ്പർ 1 ഓൾമോസ്റ്റ്, പേപ്പർ 2 കംപ്ലീറ്റ് ആണ് നിങ്ങളുടെ ആസ്പെക്റ്റിലേക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ല, വരുന്നേ ഉള്ളൂ. പേപ്പർ 1 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ലോജിക്കൽ ഹയർ എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് അവൈലബിൾ ആണ്. മാത്സും കുറേ അവൈലബിൾ ആണ്, ICTയും ബാക്കിയുള്ളതും വരുന്നുണ്ട്. 1000+ റീഡ്സ് ആർ അവൈലബിൾ. അതുപോലെ തന്നെ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം, വീക്ക് ഏരിയാസ് മനസ്സിലാക്കാം, ഡീറ്റെയിൽ വീഡിയോസ് സംഭവങ്ങളൊക്കെ ഗ്രൂപ്പിലിടും. ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്. ഞാനാണ് പേപ്പർ 1-ൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള മാത്തമാറ്റിക്കൽ ലിസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ ലിസണിങ്, ഈ 3 ടോപ്പിക് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എൻവയോൺമെൻ്റ് ഒക്കെ എടുക്കുന്നത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് JRF ക്ലബ് 90%-ഉം ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത്. പ്രിപ്പറേറ്ററി ടെസ്റ്റുകൾ, ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാനുകൾ, PYQ ബേസ്ഡ് ബ്ലൂ പ്രിൻറ്റ്, ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ, ARF എക്സാമിനേഷൻ, സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ട്, സിലബസ് കവറിംഗ് ലൈവ് സെഷൻ, ഓക്കെ, സിലബസ് കവറിംഗ് ലൈവ് സെഷൻ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 4 വർഷം കൊണ്ട് 325 JRF-ഉം 2642 നെറ്റും 2812 ഓക്കെ JRF നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ, PhD നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നമ്മുടെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസ് ഉള്ള ബാച്ചാണ് നമ്മൾ പ്രീമിയർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീമിയർ ബാച്ച് എന്ന് പറയുന്നത് അതൊരു നിയർലി 2 months എങ്കിലും മിനിമം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഫേസുകളിലേക്കാണുള്ളത്. ഫൈനൽ ബാച്ചാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ക്ലോസ് ഇൻ ദ അപ്കമിങ് ഡേയ്സ്. ഓക്കെ, മിഷൻ JRF പ്രീമിയർ ബാച്ച്. ഓക്കെ, യു ക്യാൻ ജോയിൻ ബൈ കോളിംഗ് ദിസ് നമ്പർ ഓർ ഡീറ്റെയിൽസ് അതിലേക്ക് വരാം. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാം. എജൂറിയൽസ് ആപ്പിലുണ്ട്. ഓക്കെ, എജൂറിയൽസ് കംപ്ലീറ്റ് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ എജൂറിയൽ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ആ സെഷനിൽ യു ഹാവ് എൻ ഓപ്ഷൻ ഫോർ ഇൻസ്റ്റാഗ്രാം പോലെ ഇങ്ങനെ എന്താ പറയുക, സ്ക്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ മുമ്പ് നിങ്ങൾ ചോദ്യം ചോദിച്ചവർ വേണമെങ്കിൽ ഒന്നുകൂടി ചോദിക്കട്ടോ, കാരണം ആദ്യത്തിലേക്ക് എല്ലാ ചാറ്റിലേക്കും വായിച്ചു നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സിലബസ് ഫുൾ കവർ ചെയ്തതിന് ശേഷമാണോ PYQ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. സിലബസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു 2-3 PYQ നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കാം. 2-3 PYQ നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കാം. ദാറ്റ് വിൽ ബി ഗുഡ്. പിന്നീട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഐഡിയ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സിലബസ് കവർ ചെയ്യാം. ഇതൊരു രണ്ടും കൂടി ഒരുമിച്ചുള്ള പ്രോസസ് ആയിട്ട് നടക്കുകയാണ് നല്ലത്. ഓൾറെഡി പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ആക്കി. ഗ്രേറ്റ് നിതിൻ, ഒന്നുകൂടി പവർ ആക്കൂ. മാത്സ് മാത്രമായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നില്ല. റീസൺ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 10 ടോപ്പിക്കിലും നിങ്ങൾ എക്സൽ ചെയ്താലാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഇറ്റ്. ഗവൺമെൻറ് സർവീസിൽ ജോബ് ചെയ്യുന്നവർക്ക് JRF കിട്ടിയാൽ സ്കോളർഷിപ്പ് എടുക്കുക, PhD ചെയ്യാം.
സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും, പക്ഷെ ഒരേ സമയം 2 ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റൂൾ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. ഒരേ സമയം 2 ശമ്പളം 2 പൈസ വാങ്ങാൻ പറ്റില്ല. JRFും ഗവൺമെന്റ് ശമ്പളവും വാങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് ലീവ് എടുക്കണം. പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്ത കേസൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷനിൽ ലീവ് എടുത്തിട്ട് PhD ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഗവൺമെന്റ് ജോലി ഉണ്ടാവണമെന്നില്ല, ശമ്പളം ഉണ്ടാവണമെന്നില്ല. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഡിജിറ്റൽ നോട്ടുകളുടെ കാലമാണ്, ഡിജിറ്റൽ ടെക്നോളജിയുടെ കാലമാണ്. നിങ്ങൾ നോട്ട് എഴുതരുത് എന്നാണ് ഞാൻ പറയാം. നോട്ട് എഴുതരുത്. നോട്ട് എഴുതുന്നത് സമയം കളയലാണ്. 2 മണിക്കൂർ ക്ലാസ് നോട്ട് ചെയ്താൽ 3 മണിക്കൂർ എടുക്കും. പിന്നെ അത് വായിക്കാൻ വേറെ 2 മണിക്കൂർ എടുക്കും. കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുക, പക്ഷെ സമയം എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്തരുത്. അപ്പോൾ നോട്ട് ചെയ്താൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നില്ലേ? അതൊക്കെ ഇനീഷ്യലി ഉണ്ടാവും, അത് പിന്നെ റെഡിയാവും. ഗോ ഓൺ ദാറ്റ്. അത് വെച്ചിട്ട് ഒരുപാട് JRF നെറ്റും കിട്ടിയ ആളുകളെ അറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തിട്ട് ബാക്കിയാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം, നല്ല ഈസി ആണെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ചധികം സമയം എടുക്കുമ്പോൾ കുറച്ച് അവസാനത്തേക്ക് ഇടാം. ഒരു ഓർഡർ ഇല്ല, ഇറ്റ്സ് അപ് ടു യു എന്നുള്ളതാണ്. PG സബ്ജക്ട് തന്നെ എക്സാം ചൂസ് ചെയ്യണം. നോർമലി അങ്ങനെ വേണം, പക്ഷെ പിന്നെ ചില ഈ ഹോം സയൻസ്, വുമൺ സ്റ്റഡീസ് ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻ്റർചേഞ്ചിങ് വരാറുണ്ട്. ആസ് ഓഫ് നൗ ഇൻറ്റിഗ്രേറ്റഡ് PGയിൽ 8 സെമ്മിന് പറ്റുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, സോറി, 4 ഇയർ UGക്കാണ് 8 സെം, ഇൻറ്റിഗ്രേറ്റഡ് PG നോർമലി 6 സെം യു ക്യാൻ. അപ്പോൾ അടുത്തൊരു എക്സാം ആകുമ്പോൾ ഏകദേശം 7 സെം ആവില്ലേ? ഡെയിലി PUK എക്സ്പ്രഷൻ നല്ലതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഇപ്രാവശ്യം എയ്ഫറിൻ്റെ റിസൾട്ടിൽ കുറച്ച് റിസൾട്ടുകൾ പറയാം. ഒന്ന്, ഗൂഡല്ലൂരുള്ള ഇർഫാൻ, ഇൻ്റർവ്യൂ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മളെ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിലാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് JRF കിട്ടിയിട്ടുള്ളത്. കാസർഗോഡ് ഉള്ള മുണ്ടക്കയിലുള്ള അനുരാഗ് മുണ്ടക്കൈ, പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിലായിട്ട് കിട്ടിയിട്ടുള്ളത്. നിദ മുസ്തഫ, ചാവക്കാടുള്ള ആൾ, PG കഴിഞ്ഞ ആ ഒരു അടുത്ത 6 മന്തിനുള്ളിൽ തന്നെയാണ് JRF കിട്ടിയിട്ടുള്ളത്. ഇംഗ്ലീഷാണ് JRF കിട്ടിയിട്ടുള്ളത്. നൂർജഹാൻ PG കഴിഞ്ഞു, ജസ്റ്റ് ഇത് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു. അടുത്ത ആ ഒരു 6 മന്തിനുള്ളിൽ വി ഹാവ് വാട്ട് വി കൻ സേ കൊമേഴ്സിലാണ്. ഓക്കെ, നൂർജഹാൻ JRF കിട്ടിയിട്ടുള്ളത്. ഐ ക്യാൻ ഗിവ് യു എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ഇപ്രാവശ്യം എയ്ഫറിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയ എയ്ഫറിൻ്റെ യൂട്യൂബ് ചാനൽ വിശദമായിട്ടുള്ള ഇൻ്റർവ്യൂ ഈ ചിലരതൊക്കെ വന്നു തോന്നി ഈ 1-2 ആഴ്ച കൊണ്ട് വരാൻ പോകുന്ന ആളുകളാണ്. അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് കിട്ടിയത് എന്നുള്ളതൊക്കെ. സോ ഇറ്റ്സ് പോസിബിൾ. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് എനിക്ക് കൊമേഴ്സിൽ എനിക്ക് JRF കിട്ടുന്നത്. സോ ഇറ്റ്സ് പോസിബിൾ. 2 പേപ്പറിലും ഇൻഡിവിജ്വലായിട്ട് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് എന്നില്ല, രണ്ടിലും കൂടി 40, റിസർവേഷൻ 35 എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പറയുന്നുണ്ട്. മാത്സ്, റീസൺ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളൊരു മനുഷ്യനാണ്. അപ്പോൾ അത് പ്രശ്നമല്ല. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് നമ്മളെ വിഷയം. കാരണം എന്താ, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈസിയായ സബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്താ അറിയോ? അതെല്ലാവർക്കും ഈസി ആയിരിക്കും, അപ്പോൾ എല്ലാവരും പഠിക്കും. ബുദ്ധിമുട്ടായ സബ്ജക്റ്റുകളുടെ പ്രത്യേകത അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടായ സബ്ജക്റ്റ് ബുദ്ധിമുട്ടി അതേ ആൾക്കാർ പഠിക്കില്ല, നമ്മൾ മാത്രമേ പഠിക്കുകയുള്ളൂ. സോ മാത്സും ഡാറ്റയും ലോജിക്കലാണ് നിങ്ങൾ എക്സ്ട്രാക്ട്. ഐഫറിൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യു ക്യാൻ ജോയിൻ ഐഫർ. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, വാട്സപ്പ് നമ്പർ, ലിങ്ക്, കാര്യങ്ങളൊക്കെ അർഷിന ഐഫർ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ PPT വായിച്ചു, അതൊക്കെ നിങ്ങളൊരു ഇഷ്ടത്തിനാണ്. എല്ലാം PYQ ചെയ്യാം, അങ്ങോട്ട് ചെയ്യാം, സിലബസ് ചെയ്യാം. JNU PG ചെയ്ത ആൾക്ക് JRF കിട്ടിയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ UGC റെക്കഗ്നൈസ്ഡ് PG ആവണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് JNU UGC റെക്കഗ്നൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് UGC സൈറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് കിട്ടും. PG ഫസ്റ്റ് ഇയറിൽ PG മലയാളം അല്ലെങ്കിൽ പേപ്പർ 2 അതാണ് വേണ്ടത്. ഹിസ്റ്ററി നെറ്റ് വിന്നേഴ്സിൻ്റെ ഇൻ്റർവ്യൂ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ ഹിസ്റ്ററി കന്യാകുമാരിയുള്ള അഭിനയ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഹിസ്റ്ററിയുടെ നെറ്റ് വിന്നർ അല്ല, JRF വിന്നർ ആണ്. അവരുടേത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചത്തോടു കൂടി ഔട്ട് ആവേണ്ടതാണ് കേട്ടോ. നമ്മളെ വീഡിയോ എഡിറ്റിംഗ് ടീമിൻ്റെ ഹിസ്റ്ററി JRFന് കിട്ടിയത്. ഹിസ്റ്ററി നെറ്റ് കിട്ടിയ ആളുകളുടെ ഇതും വേറെ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി JRF കിട്ടിയ ആളുകൾ ഐഫറിൽ മൾട്ടിപ്പിൾ ഉണ്ട്. അവരുടെ ഇൻ്റർവ്യൂ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മലയാളം തമിഴും മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. അഭിനയ ഐഫർ 8 JRF ഹോൾഡർ ഇൻ ഹിസ്റ്ററി ഉടനെ തന്നെ വരും. നിങ്ങൾ ഐഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നമ്മുടെ ടീം നിങ്ങൾക്ക് ലിങ്ക് ഇടും. ഈ എയ്ഫർ എഡ്യൂക്കേഷൻ അടിച്ചു കൊടുത്താൽ മതി. യെസ് പി ജി അഡിഷൻ മതി. ക്രാഷ് കോഴ്സ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഇത്ര ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം കംപ്ലീറ്റ്ലി നമ്മൾ കൊടുക്കുന്നുണ്ട്. വി ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ എയ്ഫ. ബട്ട് ക്രാഷ് കോഴ്സ് അത്ര ഇമ്പാക്റ്റ് ആവില്ല എന്നുള്ളതാണ് നമ്മുടേത്. ലൈബ്രറി ഇൻഫോർമേഷൻ സബ്ജക്റ്റ് ഇല്ല, പേപ്പർ ഒന്നേ ഉള്ളൂ. സർ 300-ൽ എത്ര എയിം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് അപ്പോൺ സബ്ജക്ട്. റീസെൻ്റ്ലി വെച്ച് നോക്കുമ്പം ഒരു 180 to 200 ഒക്കെയാണ് പലപ്പോഴും കട്ട് ഓഫ് വരുന്നത്. 190 to 210, 220 ഒക്കെയാണ് JRFൻ്റെ കട്ട് ഓഫ് വരുന്നത്. മുമ്പൊക്കെ അത് കുറവ്. അണ്ണാമല ഡിസ്റ്റൻസ് പി ജി കഴിഞ്ഞവർക്ക് നെറ്റ് JRF ഏത് സമയത്താണ്, അത് UGC റെക്കഗ്നീഷൻ ഉള്ള സമയമാണോ നിങ്ങൾ നോക്കുക. കേരള യൂണിവേഴ്സിറ്റി റെക്കഗ്നീഷൻ ഉണ്ടോയെന്ന് നോക്കേണ്ട, UGC റെക്കഗ്നീഷൻ ഉണ്ടോ നോക്കിയാൽ മതി. മലയാളം തന്നെയാണ് എടുക്കേണ്ടത്. ക്ലാസ് തുടങ്ങിയിട്ട് എയ്ഫറിൽ നമ്മൾ കുറച്ചായി, പക്ഷേ നമ്മൾ പുതിയ ബാച്ചുകൾ ഇപ്പം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മിസ്സായ ക്ലാസ്സുകളൊക്കെ കിട്ടും. ഓക്കെ, മിസ്സായ ക്ലാസ്സുകൾ കിട്ടും. ഇനി ഏതെങ്കിലും ക്ലാസ് മിസ്സായ റെക്കോർഡിങ്സും കിട്ടും. ആസ് ഓഫ് നൗ നെഗറ്റീവ് ഇല്ല. ഇപ്പം ചേർന്ന ക്ലാസ് ലോഡ് ആവുമെന്ന് വെച്ചാൽ സുഹറ ആവില്ല. കാരണം യു ഹാവ് 75 days. അവസാനത്തെ ഒരു 15 ദിവസം 20 ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നു. ബട്ട് ഉണ്ടാവും, കാരണം എന്നും എല്ലാ ദിവസവും ഒന്നുമില്ല. ഇപ്പം നമ്മൾ അറൗണ്ട് 1 hour ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ സെഷൻസ് വരുന്നത്. നോമ്പ് കൂടി ആകുമ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു വാച്ച് അതർ ക്ലാസ്. 1.5 hour. പറ്റും, ഫസ്റ്റ് ഇയറിൽ പറ്റും. ഇഗ്നോയിൽ PG ചെയ്ത് JRF കിട്ടിയ എത്ര ആളാണ്? ഇപ്രാവശ്യത്തെ ഇർഫാൻ ഇഗ്നോയിലാണ് PG ചെയ്തിട്ടുള്ളത്. അനുരാഗ് ഇഗ്നോയിലാണ് PG ചെയ്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാളും ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് JRF അടിച്ച ആളാണ്. ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് JRF അടിച്ച ആളാണ്. ഓക്കെ, ഇപ്പൊ PYQ അല്ല, PYQ എല്ലാ ക്ലാസ്സും. MCOM നോർമലി കോമേഴ്സ് ആണ് ചെയ്യാറുള്ളത്. ഇല്ലല്ല, ഡിഗ്രി വിഷയത്തിനും PG പ്രശ്നമല്ല. 2 വർഷത്തിനുള്ളിലാണ് നോർമലി സബ് ഉണ്ടാവാറുള്ളത്. ഇല്ല, ജൂണിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല, ഇപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗ്രൂപ്പിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദിസ് ഇസ് എ ബെസ്റ്റ് ടൈം ബിക്കോസ് 2.5. JRF കിട്ടാൻ എത്ര അവേഴ്സ് പഠിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഫിക്സഡ് അവേഴ്സ് ഒന്നുമില്ല. മാക്സിമം പഠിക്കുക, ഇത്രയേ ഉള്ളൂ. രഹസ്യം ഞാൻ പറഞ്ഞുതരാം. 1% ആളുകൾക്കാണ് JRF കിട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1% ആളായിരിക്കണം, ഏറ്റവും മണിക്കൂറുകൾ പഠിക്കുന്ന 1% ആളായിരിക്കണം, ഏറ്റവും PYQ ചെയ്യുന്ന 1% ആളായിരിക്കണം, ഏറ്റവും റിവൈസ് ചെയ്യുന്ന 1% ആളാണ്. അത്രയേ ഉള്ളൂ. ദർ ഇസ് നോ ഫിക്സഡ് അവേഴ്സ്. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അവിടെ ഉണ്ട്. യു ക്യാൻ സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ ഫ്രം ദ. ഈ പറയപ്പെടുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ അവിടെ ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നില്ല. നോ MPhil ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയുള്ള കാലത്ത് MPhilന് അത്ര ഇമ്പോർട്ടൻസ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ MPhil ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് MPhil അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡിഗ്രി ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആസ് ഓഫ് നൗ സിലബസിൽ ചേഞ്ച് ഒന്നുമില്ല. കഴിഞ്ഞ ജനുവരി 2024 ജനുവരിയിൽ അവർ സിലബസ് ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അത് മാറിയിട്ടില്ല. നമ്മുടെ ഒരു പ്രതീക്ഷ മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ മാറിയാൽ നമ്മൾ അതിനനുസരിച്ച് പഠിക്കുന്നുള്ളതാണ്. നെറ്റില്ലാതെ PhD അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഒരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി പ്രകാരമായിട്ട് ഇൻ ദ മോസ്റ്റ് ഓഫ് ദി കേസസ് നിങ്ങൾക്ക് നെറ്റ് എക്സാമിൻ്റെ PhD ആസ്പെക്ട് വേണം PhD അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. 2, കോളേജ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ PhD കംപ്ലീറ്റ് ആവണം. ബട്ട് ദ ഈസി വൺ ഈസ് ഹാവിങ് ദ നെറ്റ് എന്നുള്ളതാണ്. നെറ്റിന് അറ്റംപ്റ്റ് ടൈം ഇല്ല, JRFന് ടൈമില്ല, ഏജ് ലിമിറ്റ് ആണുള്ളത്. ലോ പേപ്പേഴ്സ് വിന്നേഴ്സിൻ്റെ ഇൻ്റർവ്യൂ അവൈലബിൾ ആണ്. തിരുവനന്തപുരത്തുള്ള ലോയിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കാർത്തികയുടെ ഇൻ്റർവ്യൂ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ വരും കേട്ടോ. കാർത്തിക, നോട്ട് ദ പോയിന്റ്, ട്രിവാൻഡ്രം. എക്സാം നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഏപ്രിൽ മെയ്. നിങ്ങൾക്ക് എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ വിൽ ബി ബെറ്റർ. റീൽസ് മീൻ എജു റീൽസ്. റിയലിസ്റ്റിക് ടൈം മാനേജ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ ഫിക്സ് ആയിട്ട് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കരുത്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. പറ്റാവുന്നത്ര എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ ഇത്രയാണ് ഉള്ളത്. കൂടുതൽ ഡൗട്ടുകൾ ചോദിക്കാം. അപ്പം നമ്മൾ പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബാച്ചിൻ്റെ ഏറ്റവും ഫൈനൽ ബാച്ചിൻ്റെ അവസാന ഫീസ് അഡ്മിഷനിലാണ്. വി ഹാവ് ഇനഫ് ടൈം. പറ്റാവുന്ന ആളുകളൊക്കെ ജോയിൻ ചെയ്യുക. യു ക്യാൻ കോൺടാക്ട് ദാറ്റ് നമ്പർ. നമ്മൾ ജോയിനിങ് ബാക്കി ആസ്പെക്റ്റുകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും ബാക്കിയുള്ള ഗ്രൂപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ ഫീസ് ഡിഫറെൻറ്റ് കോഴ്സുകൾക്ക് ഡിഫറെൻറ്റ് ഫീ ആണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. യു ക്യാൻ കോൺടാക്ട് അവർ ടീം, ദേ വിൽ ഗീവ് യു ദാറ്റ്. അറബിക്കിലൊക്കെ ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്ന OBC 7ഓളം ആളുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് 7ഉം എയ്ഫറാണ്. 8 or 6 OBC ആണ് അറബിക്കിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് കംപ്ലീറ്റ് എയ്ഫർ ഇന്ത്യയിൽ.
ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്. വിൽ ബി വൈൻഡിങ് ഫോർ ദ ടൈം ബീങ്. വീണ്ടും കാണാം. നിങ്ങൾ ഐഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ ദാറ്റ് ഈസ്. സോഷ്യോളജി സബ്ജക്ട് കുറച്ചുകൂടി ടാസ്ക് ആണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം ഞാൻ ഇന്നലെ ഇന്റർവ്യൂ ചെയ്ത സോഷ്യോളജിയിൽ നിന്ന് JRF കിട്ടിയ ആളാണ് റാഷിദ്, ശരത്, then we have one more person ഉണ്ടായിരുന്നല്ലോ, ബുജൈർ. 3 ആളുകൾ അത് ഇന്നലെ ഇന്റർവ്യൂ ചെയ്താണ്. 4 ആളെ കൊണ്ട് ഐഫറിൽ ഇറ്റ്സ് ഈസി കിട്ടിയ ആളുകളുണ്ട്. മലയാളം JRF കിട്ടിയ ഇന്റർവ്യൂ ഓഫ് കോഴ്സ് അമൃത. മലയാളം JRF കിട്ടിയ ബുനൈസയുടെ ഇന്റർവ്യൂ വരുന്നുണ്ട്. സുഹൈമയുടെ ആലപ്പുഴ കായംകുളത്തുള്ള സുഹൈമയുടെ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തിട്ടുണ്ട്. ഉനൈസയുടെ ഇന്റർവ്യൂ വരുന്നുണ്ട്. മലയാളം കിട്ടിയ ആളുകളുടേത് വരുന്നുണ്ട്. Okay, so that's it for the time being. We'll be winding up. Okay, we'll be continuing some other time. Make sure you subscribe to ഐഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് channel. Okay, so that's it. Thank you all.